ഈ കഴിഞ്ഞ ഏപ്രിൽ 12-നാണ് പള്ളാത്തുരുത്തി പാലത്തിൽ നിന്ന് 30 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു സ്ത്രീയും പുരുഷനും കായലിലേക്ക് ചാടിയെന്ന് ഇതുവഴി ലോറിയിൽ പോയ ഡ്രൈവറും സഹായിയും പോലീസിനെ അറിയിക്കുന്നത്. നെടുമുടി പോലീസ് ഉടൻ സ്ഥലത്തെത്തി ഇവിടെ വെളുപ്പിനെ മുതൽ അന്ന് പുലർച്ചെ മുതൽ പരിശോധന നടത്തിയെങ്കിലും ഈ നിമിഷം വരെയും ഇവിടെ നിന്നോ പരിസര പ്രദേശങ്ങളിൽ നിന്നോ ഒരാളുടെയും മൃതശരീരമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അവശിഷ്ടങ്ങളോ ലഭിച്ചിട്ടില്ല. അപ്പോൾ ഇത്രയും നാളായി നടത്തിയ തെരച്ചിലെല്ലാം വിഫലമായി എന്ന് പറയുന്നതായിരിക്കും ശരി. കാരണം ഈ പരിസര പ്രദേശങ്ങളിലെല്ലാം ഫയർഫോഴ്സും അതോടൊപ്പം തന്നെ പോലീസും അരിച്ചുപെറുക്കി സമീപത്തെ ഹോം സ്റ്റേകൾ താമസിക്കുന്ന വിവരമെടുത്തു. എവിടെ നിന്നെങ്കിലും സമീപ ജില്ലകളിലെയോ എവിടെ നിന്നെങ്കിലും ആളുകൾ മിസ്സിംഗ് ആയിട്ടുണ്ടോ എന്നടക്കമുള്ള പരിശോധന നടത്തി. എന്നിട്ടൊന്നും ഇതുവരെയും ഒരു തുമ്പും കിട്ടിയിട്ടില്ല. അതായത് ഈ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ ഒരു സ്ത്രീയും പുരുഷനും ഈ പാലത്തിൽ നിന്ന് താഴേക്ക് ചാടിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമാകുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. എന്നാൽ എങ്ങനെയാണിത് സംഭവിച്ചത്? ഇനി രാത്രി ഇതുവഴി പോയ ലോറി ഡ്രൈവർക്കും സഹായിക്കും എങ്ങനെ ഒരു സംഭ്രമത്തിൽ തോന്നിയതാണോ, തങ്ങൾ ഇങ്ങനെ രണ്ടുപേർ ചാടുന്നതായിട്ട് തോന്നിയതാണോ എന്നും പറയുന്നുണ്ട്. കാരണം ഇപ്പൊ ഇത് ശ്രദ്ധിച്ചോ, രാത്രി നമ്മൾ ഇതുവഴി അങ്ങോട്ടോ ഇങ്ങോട്ടോ പോവുകയാണെങ്കിൽ ഈ കറുത്ത ടാർപോളിൻ കൊണ്ട് മൂടിക്കെട്ടിയ സ്വിച്ച് ബോർഡ് കണ്ടാൽ ആരെങ്കിലും നമ്മൾ ഇങ്ങനെ കുനിഞ്ഞു നിൽക്കുന്നത് പോലെ തോന്നും. അപ്പോൾ അങ്ങനെ തോന്നിയ ആ സമയത്ത് വെളുപ്പിനെ 3 മണിയോടെ കണ്ടു എന്നാണ് ഈ ലോറി ഡ്രൈവറും മറ്റും പറയുന്നത്. അപ്പോൾ അങ്ങനെ തോന്നിയ ഒരു സംഭ്രമത്തിൽ ഉണ്ടായ ഒരു വിവരം നൽകിയതാണോ എന്ന് അടക്കം സംശയിച്ചിരുന്നു. അന്ന് വൈകുന്നേരം തന്നെ ഈ ലോറി ഉടമകളൊക്കെ, ലോറിയും ഡ്രൈവറും മറ്റും തിരുവനന്തപുരത്തൊക്കെ പോയിരുന്നു. അവരെ വിളിപ്പിച്ച് ഇവിടെ വീണ്ടും ഈ അവർ നൽകിയ വിവരം ശരിയാണോ എന്നും മറ്റും ചോദിച്ചിരുന്നു. എന്തായാലും ഇതുവരെയും അവർ നൽകിയ വിവരം സ്ഥിരീകരിക്കത്തക്ക ഒരു തുമ്പും ഇവിടെ ലഭിച്ചിട്ടില്ല. തുടർച്ചയായി 4-5 ദിവസം ഇവിടെ താഴെ ആളുകൾ ആറ്റിൽ തെരച്ചിൽ നടത്തി. തെരച്ചിലിന് ഇറങ്ങിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്റെ കയ്യിൽ ഈ പാലം പണിയുടെ കമ്പിയും മറ്റും കൊണ്ട് കൈക്ക് ഫ്രാക്ചർ ഉണ്ടാകുന്ന ഒഴിച്ചാൽ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് ഈ പാലത്തിൽ നിന്ന് ചാടിയത് മിഥ്യയോ സത്യമോ എന്നറിയാത്ത ഒരു സ്ഥിതിയിലാണുള്ളത്. എന്തായാലും ഫയർഫോഴ്സും നെടുമുടി പോലീസും ഇപ്പോൾ തെരച്ചിൽ ഏതാണ്ട് അവസാനിപ്പിച്ച മട്ടാണ്. എന്തായാലും രണ്ടുപേർക്ക് അങ്ങനെ ചാടിയിട്ടുണ്ടെങ്കിൽ തന്നെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയിലായിരുന്നു ഇവിടെയുള്ള ആളുകൾ. കാരണം ഹൗസ് ബോട്ടിന്റെ പ്രധാനപ്പെട്ട ഹബ്ബാണ് പള്ളാത്തുരുത്തി. ആ ഹബ്ബിൽ ഇങ്ങനെ ഒരു അപകടം നടന്നത് എല്ലാവർക്കും ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഒന്നും സംഭവിക്കാതിരുന്നല്ലോ എന്നത് മാത്രമാണ് ഏറ്റവും ആശ്വാസകരമായും. ഫയർഫോഴ്സും പോലീസും കുറച്ചു ദിവസം മെനക്കെട്ടത് മാത്രം ബാക്കി. എന്തായാലും ഈ ടാർപോളിൽ ഇങ്ങനെ മൂടിക്കെട്ടി വെച്ചിരിക്കുന്ന സ്ഥിതി മറ്റ് 2-3 സ്ഥലങ്ങളിലൂടെ ഉണ്ട്. അപ്പോൾ രാത്രി വരുന്നവർക്ക് ആരെങ്കിലും ഇങ്ങനെ പൊടുന്നനെ ഇങ്ങനെ നിൽക്കുന്നതായിട്ട് വേണമെങ്കിൽ തോന്നാം. അങ്ങനെ ഒരു തോന്നലാണോ ഈ വിവരം നൽകുന്നതിലേക്ക് എത്തിച്ചത് എന്ന സംശയമാണ് ഇപ്പോൾ പോലീസും ഫയർഫോഴ്സും പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് സജിത് കുമാറിനൊപ്പം റിപ്പോർട്ടർ ആർ. സുജിത്ത്, റിപ്പോർട്ടർ ആലപ്പുഴ.